എത്ര നേരമായി വരാന്ന് പറഞ്ഞ് ഇത്ര നേരമായിട്ടും കാണുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച തണുത്തു പോകുന്നതാണ് ഇപ്പൊ എന്റെ പേടി. പുറത്തു പോയി നോക്കട്ടെ. ഇതിപ്പോ എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് ഇതെന്തായിരിക്കും വൈകിയത് ദൈവമേ. അതിന് വരുന്ന വഴിക്ക് എവിടെയും കേറിയോ എന്തോ. മോനെ, നീ അവരെ ഒന്ന് വിളിച്ചു നോക്കടാ. ഞാൻ ആളിനൊക്കെ വിളിച്ചിട്ടായിരുന്നേ. അവർക്ക് എത്താറേ. അവര് വരുമ്പോഴേക്കും ഞാൻ മോളിൽ പെട്ടെന്ന് റൂമൊക്കെ റെഡി ആട്ടെ. സമാധാനോ എത്തിയല്ലോ. പിന്നെ പൂള വേഗം റെഡിയാക്കട്ടെ. മോനെ, വന്നതും പൂളയും കോഴിക്കറിയും കൊടുക്കല്ലേ. ആ പൂള എന്താ ചെയ്യുന്നത്? വെറുതെ പുഴുങ്ങാണോ? മോളെ, ചെറിയ കഷ്ണമായിട്ട് പുഴുങ്ങി എടുത്തിട്ടേ ഒന്ന് മുളകൊക്കെ ഇട്ട് വറവിലിടാ. മോൻ അന്ന് വന്ന് കൊടുത്തത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടാ. ആ പിന്നെ എന്ന് വന്നാലും ഏട്ടാ അന്ന് രാത്രി തന്നെ തിരിച്ചു പോയില്ലേ? ഇത്തവണ അങ്ങനെ വിടലമ്മേ. നമ്മൾ എന്തായാലും പിടിച്ചിരുത്തണം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. ഇല്ല മോളെ, വന്നത് എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല. മോൻ വന്നെത്തിയതും പോകുന്ന കാര്യം ഇവിടെ ഒറ്റാളും കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് രുക്മിണി ശാന്തയാക്കില്ലേ. ഇത്രയും വലിയ വീട്ടിൽ ചക്രാണ് പറഞ്ഞ് വിശ്വസിക്കുന്നേ ഇല്ല. ഇനി ഇവിടെ വരട്ടെ. കുറച്ചു ദിവസം എത്തിയിട്ട് എന്റെ മോളെയും മരുമോനും കൂടെ അങ്ങോട്ടും കൊണ്ട് കുറെ പ്രശ്നം നടത്തിക്കണം. വേണേ നീയും വന്നോ ഞാൻ കണ്ട പോലെ. പിന്നെ അളിയന്റെ കമ്പനിയിലെ നല്ലൊരു പോസ്റ്റ് വേണമെന്ന് ഏട്ടൻ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിട്ട് വേണം ആ കാര്യം കൂടി ഒന്ന് പറയാൻ. നല്ല ശമ്പളമായിരിക്കില്ല അവിടെ. ഓ, അതൊക്കെ ശരിയാക്കി തരും. ഒരു കുഴപ്പമില്ല. വലിയ പോസ്റ്റിൽ അവൻ ജോലി ചെയ്യുന്നത്. ആ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നമ്മേ? വേണ്ട മോളെ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാ. ഞാൻ ചെയ്തോളാം. നീ പോയിട്ട് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്തോ. അമ്മേ, മോള് വന്നോ? ഇതെന്താ മോളെ എത്ര നേരോട് കാത്തിരിക്കുന്നത്? അത് വരുന്ന വഴിക്ക് ഏട്ടന് ഒന്ന് രണ്ട് സ്ഥലത്ത് കേറാനുണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിയത്. വാ മോനെ, കേറ്. വേണ്ട എടമ്മ എല്ലാരും എല്ലാവരും ഉണ്ട് മോളെ. നിങ്ങളെ കാത്തു നിൽക്കായിരുന്നു മോനെ. അതാ വന്ന. അത് ശരി. അപ്പൊ സൺഡേ ആയിട്ട് എവിടെയും പോയില്ല? ഇല്ല, അളിയൻ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവാം. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നല്ലേ ഞങ്ങള്. ഞാൻ ഏട്ടനോട് പറഞ്ഞതായിരുന്നു, നമ്മള് വരുന്നോണ്ട് ആരും എങ്ങോട്ടും പോവില്ല, എല്ലാരും നമ്മളെ കാത്തിരിക്കായിരിക്കുന്നത്. വന്ന കാലം നിൽക്കണ്ട മോനെ, ഇരിക്കേ. മോൻ എന്താ എടുക്കണ്ടേ? ചായ കോഫിയോ? ചായ എടുത്താൽ മതി അമ്മേ. എന്നാ ആയിക്കോട്ടെ മോനെ. വാ മോളെ, ചായ എടുക്ക. പിന്നെ സുഹൃത്തെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിക്ക് എങ്ങനെ പോകുന്നു? ജോലിയുടെ കാര്യങ്ങള് അത് കുറച്ച് പറയാനുണ്ട് ഇതിനോട്ടാ. ഇതിനോടൊപ്പം വരെ നല്ല സ്നേഹമാണല്ലോ നിന്റെ വീട്ടുകാർക്ക്. എല്ലാവരും അങ്ങനെ തന്നെയാ. എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം. നീ ഒന്ന് ടവൽ എടുക്ക. നീ വഴുതിന് ഇപ്പൊ അങ്ങോട്ട് ഇത് പോയി. എടാ, ഏട്ടനിപ്പൊ വിടുന്നില്ല. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. സമാധാനത്തിൽ സംസാരിക്കാൻ മോനെ. പിന്നെ മട്ടൻ കറിയും മാത്രം മതി. ഇപ്പൊ ചിക്കനും പോളയും കൊടുക്കാം. ഉച്ചക്ക് മട്ടൻ കൊടുത്താൽ മതിയോ? മോളെ, ഉള്ളിയും തക്കാളിയൊക്കെ കൊടുത്ത് മട്ടനിലുള്ളിപ്പോ റെഡിയാക്കിട്ടാ. മട്ടന്റെ ഇതെല്ലാം ഒരാൾ വരും. ഇവിടെ നിരത്തി വെക്കണേ. പ്ലേറ്റ് കണ്ടു വെച്ചേ. അടുക്കളയ്ക്ക് വെച്ച് വന്നാലോ. ഏട്ടതാട്ടാവൂലേ? ഫ്രഷ് ആയിട്ട് വന്നോ? ആ, അവിടെ വെച്ചോ, ഞാൻ എടുക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും സ്നേഹം കണ്ടോ? എപ്പോഴും എന്നോട് എന്താ പറയാറ്? എല്ലാവരും പൈസക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്നേഹത്തിന് ഒരു പ്രാധാന്യം ഇല്ലാന്ന്. ഇപ്പോഴോ? ഇതുകൊണ്ടാ ഞാൻ ഏട്ടനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. മോളെ, സോപ്പ് വേണ്ടേ? സോപ്പ് വാഷ്റൂമിലുണ്ട്, ഞാൻ കണ്ടത് അവിടെ ഉണ്ട്. ആ സാരല്ല അമ്മേ, നിങ്ങൾക്ക് വേണ്ടി കഴിച്ചത്. കണ്ടോ? നിന്റെ വീട്ടുകാർക്ക് എന്നോട് ഇത്രയും സ്നേഹമോ? നീ എന്തായാലും സോപ്പ് തന്നേക്ക്. നീയിപ്പൊ അതെടുക്കാണ്ട് അവർക്കൊരു വിഷമം വേണ്ട. ചേച്ചി, ഏട്ടൻ നീറ്റ് അവര് കൊടുത്തായി. ഇത് ഇന്നലെ മേടിച്ച അത് കുറച്ച് രസാ. എനിക്ക് വയ്യ. സാധാരണ ഞാൻ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേ ബിസിയാണെന്ന് പറഞ്ഞ് ഒരു ചായയും കുടിച്ച് പോകുമ്പോണ്ടല്ലോ,
നിന്റെ ഈ വീട്ടുകാരുടെ സ്നേഹം മനസ്സിലാക്കിയുള്ള സമയം സത്യം പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ സ്നേഹം കൊണ്ട് കൊല്ലുന്ന എനിക്ക് തോന്നുന്നത്. ഏട്ടൻ എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ. ആ എന്താ തിരക്കില്ല? അവരൊക്കെ എവിടെ പോയി? ആ മോളെ, അവരൊക്കെ ഇത്ര നേരം ഇവിടെ ഓരോ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേലേക്ക് പോയതാ. ഞങ്ങൾ വന്നപ്പോ എല്ലാവർക്കും നല്ല തിരക്കായില്ലമ്മേ. തിരക്കോ? ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളു മോളെ. വന്നതിന് തന്നെ ഓടുന്ന ആളെ. അപ്പൊ ചായ കുടിക്കാൻ നിൽക്കുന്ന പറഞ്ഞാൽ വലിയ കാര്യം. പിന്നെ മോളെ കുറച്ചു ദിവസം ഇവിടെ ഇരുത്ത്, എന്നിട്ട് പറഞ്ഞാച്ചാൽ മതി. ജോലിക്ക് വേണി ഇവിടുന്ന് പോയാ പോരെ. ആമ്മേ, സാധാരണ വന്നത് ഓടുന്നല്ലേ. എനിക്കുണ്ട് ഏട്ടൻ ഇവിടെ കുറച്ചു ദിവസം നിക്കണം എന്നൊക്കെ. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഇപ്രാവശ്യം ഏട്ടനെ കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടിട്ടേ പുള്ളി ആകെ വണ്ടടിച്ച് നിൽക്കുക. എന്തായാലും പറഞ്ഞാൽ കുറച്ചു ദിവസം നിൽക്കും. ഓ, അങ്ങനെയാണ് ഒരാഴ്ച ഇവിടെ ഇരുത്തണേ മോളെ. എനിക്കേ നാട്ടുകാർക്ക് മുഴുവൻ എന്റെ മരുമോനൊന്ന് കാണിച്ചു കൊടുക്കണം. കാർ എന്തിനാ മോളെ അകത്തിട്ടത്? പുറത്ത് നിർത്തിയ പോരായിരുന്നോ? കാണട്ടെ 4 ആൾക്കാർ. ഈ അമ്മേന്റെ ഒരു കാര്യം. എന്തായാലും ആയിക്കോട്ടെ, നാളെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങുമ്പോഴേ കാറ് അവിടെ തന്നെ നിർത്താം. അകത്തേക്ക് എടുക്കുന്നില്ല. അതുപോലെ മോളെ, ഇപ്പോഴത്തേക്ക് ഞാൻ പൂളയും പുഴുങ്ങി ചിക്കനും ആക്കി വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് മട്ടൻ. വേറെ എന്താ ആക്കേണ്ടത്? മോൻ എന്താ ഇഷ്ടം? അയ്യോ അമ്മ, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയൊന്നും കഴിക്കൊന്നുമില്ല. എന്തായാലും മതി. ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആയിക്കോട്ടെ. അവൾ അങ്ങനെയൊക്കെ പറയും. എന്റെ മരുമോൻ നല്ലപോലെ സൽക്കരിച്ചില്ലെങ്കിൽ എന്നെ നാണക്കേട് എനിക്ക്. നല്ല പഴമുണ്ട്, അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാം. ഇത് മക്കളെ പൂള കഴിക്കും. സന്ധ്യ കറി എടുക്കുന്നുണ്ട്. മോൻ ഇഷ്ടപ്പെടും നോക്ക് പൂള. സന്ധ്യ കറി വേഗം കൊണ്ടുവാ. നിങ്ങളൊന്ന് നോക്കിക്കുന്ന കഴിക്ക്, വേഗം കഴിക്ക്. എടി സന്ധ്യ വേഗം കറി കൊണ്ടെടുക്ക. എന്താക്കുക? കഴിക്കടാ. അല്ല, നീ എന്താ ജോലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നേ? എന്താ സംഭവം? അതേട്ടാ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സാലറി വളരെ കുറവാ. അപ്പൊ അവിടെ നിന്ന് മാറാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഏട്ടന്റെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചില് എനിക്ക് ജോലി ശരിയാക്കി തരികയാണെങ്കിലേ അവിടെ സാലറി കൂടുതലാണല്ലോ. ആ, അത് നമുക്ക് നോക്കാം സുഹൃത്തെ. അതിനോട്ടാ കഴിക്ക്. സന്ധ്യ കൊടുക്ക് കൊടുക്ക്. കറി ഏട്ടാ കഴിക്കേ. പിന്നെ മോനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. മോളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേ, ഞങ്ങള് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഇതുവരെയായിട്ട് ദിനോടിനെ കണ്ടില്ല. എപ്പോഴും വന്ന് അന്നെ പോലെ. എന്തായാലും ഞായറാഴ്ചല്ലേ, കുറച്ചായിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാറുണ്ട്. അതെ അതെ, അതുകൊണ്ട് കാപ്പാടിലേക്ക് ഒന്ന് പോകണം അല്ലേ? എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ആണ്. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മരുമോൻ എവിടെ? മരുമോൻ വന്നോന്ന് പറയണോ? കാണുന്നില്ല. വരുമ്പോഴേക്കും പോക്ക് കഴിഞ്ഞില്ലേ? അതിനിപ്പോ എന്താമേ, നമുക്ക് കാപ്പാടോ ബേപ്പൂരോ എവിടെ വേണേലും പോവാ. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലേ ഏട്ടാ? ഇതാരുണ്ടാക്കിയതാ? അമ്മ ഉണ്ടാക്കിയതാ? സന്ധ്യ ഉണ്ടാക്കിയതാ? ഇത് ഞാൻ ഉണ്ടാക്കിയതാ മോളെ. സന്ധ്യന്റെ രസം വൈകുന്നേരമാ. അത് ശരി, നിങ്ങൾ കഴിക്കേ. മോനെ കേട്ടോ, ഒരു കാര്യം പറ. അവിടെ എല്ലാരും കൂടിയിട്ടേ നാളെ നമ്മൾ എവിടെയാണ് ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. രസമായിരിക്കുമല്ലോ എല്ലാവർക്കും കൂടിയിട്ട്. ആദ്യമായിട്ടല്ലേ ഏട്ടനെ ഇങ്ങനെ കിട്ടണേ. എന്തു പറ്റി? എന്തേ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ലടോ, ഓരോ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നിട്ടേ ഒരു സമാധാനം കിട്ടുന്നില്ല. നമ്മൾ കൂടെ വന്നിട്ട് 2-3 ദിവസമായില്ലേ. ഇവിടെയുള്ള ഓരോരുത്തർ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്ത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സത്യാവസ്ഥ എന്തായാലും നമുക്കറിയാലോ. ഇതിപ്പോ ഇവരെല്ലാരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവോ? ഓ, അതാണോ കാര്യം? അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവിടെ ആരും അങ്ങനെയൊന്നും അല്ല. ഒന്നും കണ്ടിട്ടൊന്നും അല്ല ഇവര് നമ്മളെ സ്നേഹിക്കുന്നത്.
പിന്നെ വേറെ വലിയ സംഭവം ഒന്നും അല്ലല്ലോ. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. ഒരു ജോലി നഷ്ടപ്പെടുന്നോണ്ട് ഇങ്ങനെ ഡെസ്പാകേണ്ട കാര്യമൊന്നുമില്ല. 2-3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ വേറൊരു ജോലിയിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടത് കുടുംബത്തിന് വേണ്ടിയിട്ട്, അതെനിക്ക് അറിയുന്നല്ലേ. എന്റെ ജോലി ഒന്ന് പോയിന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ ബിഹേവിയർ ഉണ്ട് എന്നോട്. സ്വന്തം വീട്ടുകാരൻ എങ്ങനെ, പിന്നെ ഭാര്യന്റെ വീട്ടിൽ വന്നിക്കാന്ന് പറയുമ്പോ അത് എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കണേ? എന്നോടുകൂടെ എല്ലാവർക്കും ഉള്ള സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ടതല്ലേ. അപ്പോ അതൊക്കെ ഏട്ടനോടും ഉണ്ടാവില്ലേ. പിന്നെ മോളുടെ ഭർത്താവല്ലേ, ആ സ്നേഹവും റെസ്പെക്റ്റും സ്ഥാനവും ഒക്കെ ഇവിടെ എന്നും ഉണ്ടാവും. അതിപ്പോ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്നാലും നമുക്കിട്ട് തുറന്ന് പറഞ്ഞാലോ? ഇതിപ്പോ എല്ലാവരും മൂവ് പോകുമ്പോഴേ ഒരു ശ്വാസം മുട്ടൽ പോലെ. കാരണം അമ്മ ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ജോലിക്ക് പോയിക്കൂടെ എന്ന്. പോലെ തന്നെ സുജിത്തും പറഞ്ഞ അവൻ എന്റെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കയറണം. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടെൻഷൻ. പറയാം, പക്ഷെ ഇപ്പൊ വേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ. എന്നാലും കുറച്ച് കമ്പനീസിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ നല്ല ജോലിക്ക് വേണ്ടിയിട്ട്. അതാണ് ഇതിനേക്കാളും വലിയ പോസ്റ്റുകൾ. ഇതിപ്പോ ജോലി പോയി നിങ്ങാനും പറഞ്ഞിട്ട് പിന്നെ ഏട്ടന് അതിന്റെ ഒരു മുഷിപ്പ് വേണ്ട. ചിലപ്പോ ഈ മാസം തന്നെ കിട്ടുകയാണെങ്കിലോ അപ്പൊ പിന്നെ ആരും അറിയും വേണ്ട. അത് മാത്രല്ല, 10 ദിവസം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ കുറച്ച് ദിവസം എക്സ്ട്രാ നിന്നാലും അവർക്ക് സന്തോഷം ഉണ്ടോ. അതുകൊണ്ടാ തൽക്കാലം ഇത് ഇങ്ങനെ പോട്ടെ. ആ എന്നാ പിന്നെ ഇപ്പൊ പറയണ്ടല്ലേ. മോളെ, മീൻകാരൻ വന്നിട്ടുണ്ട്. നല്ല നല്ല മീൻ വാങ്ങിയ മോൻ കഴിക്കുമല്ലോ അല്ലേ? അമ്മ വാങ്ങിക്കോ.